സാറേ, നമുക്കുള്ള ഒരു കലാപരമായ ഒരു കഴിവിനെ, നമുക്കൊരു സൃഷ്ടിപരമായിട്ടുള്ള ഒരു കഴിവിനെ എങ്ങനെയാണ് സാധനയായിട്ട് നമുക്ക് പരിണമിപ്പിക്കാൻ പറ്റുക? അല്ലെങ്കിൽ സത്യാന്വേഷണത്തിന് ഉപാധിയായിട്ട്, അല്ലെങ്കിൽ ഒരു ബോധപ്രാപ്തിയോട് ചേർത്തി, അല്ലെങ്കിൽ അങ്ങനെ അതിനെ പരിണമിപ്പിക്കാൻ സാധിക്കും? കഴിവുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർഗ ശക്തികൾ എന്ന് പറയുന്നത് സൃഷ്ടിപരത തന്നെയാണ്. സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടി എങ്ങനെയാണോ നമ്മളിൽ അന്തർലീനമായിരിക്കുന്നത്, ഒളിഞ്ഞു കിടക്കുന്നത്, ആ ആക്ടിവിറ്റിയുടെ ബൃഹസ്ഫുരണമാണ്. ഇപ്പോൾ എല്ലാ ലാവ ഭൂമിയുടെ അകത്ത് കിടപ്പുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ കൂടിയാണ് അതിന് പുറത്ത് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നത്. അതിന് ആ സർഗശക്തിക്ക് ഭൂമിയുടെ പുറന്തോടിനെ പൊളിച്ച് പുറത്തു വരാൻ സാധിക്കുന്നു. ആ ക്രിയേറ്റിവിറ്റി നമ്മളിൽ നിന്ന് എല്ലാവരും അന്തർലീനമായിരിക്കുന്നെങ്കിലും ശരീരത്തിൽ അത് ഭൗതികമായിരിക്കുന്ന ചട്ടക്കൂട് വളരെ ദുർബലമാണെന്ന്, പ്രായോഗികമായ ജീവിതത്തിൽ അവർ കുറവായിരിക്കും. അവിടെ അതിനെ പുലർന്നുകൊണ്ട് പുറത്തേക്ക് വരാൻ സാധിക്കും. കോഗ്നിസൻസിൻ്റെ വളർച്ച കൊണ്ട് അവർ കുറച്ച് പ്രാക്ടിക്കലൊക്കെ ആയി, ലോജിക്കലായിട്ടൊക്കെ ആവും. അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ബൈ നേച്ചർ അവർ വളരെ ഇല്ലോജിക്കലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ സർഗശക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെ സാധനയായി മാറ്റും എന്നുള്ളത് അതിനകത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ സാധനയും ഇതും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് സാധന, കുറച്ച് പാട്ട്, കുറച്ച് നൃത്തം, അങ്ങനെയുള്ള ഒരു ട്യൂട്ടർ കോളേജ് വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് പറയണമെന്നുമില്ല. പാട്ടുകാരനാണോ പാട്ടിൻ്റെ സാധനയിൽ മുഴുകുക, നർത്തകനാണോ നൃത്തത്തിൽ മുഴുകുക, ചിത്രരചയിതാവാണോ ചിത്രരചനയിൽ മുഴുകുക, വേറൊന്നുമില്ല, അതിനകത്ത് തന്നെ മുഴുകുക എന്നുള്ളതാണ്. ആ മുഴുകുന്നത് വഴി അനുഭൂതികളിലേക്ക് കയറാം, സാധ്യതയുണ്ട്. അല്ലാതെ അതിനെ സാധനയായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. അങ്ങനെയൊന്നും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുകയും വേണ്ട. കാരണം വേറൊന്നുമല്ല, അങ്ങനെയുള്ള കൺവേർഷനൊക്കെ കൃത്രിമമാണ്. അവിടെ കലയില്ല. ആർട്ട് അതിൻ്റെ മോശമായ രൂപത്തിലാണ്. ആർട്ട്ഫുൾ എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. കൗശലത്തോടു കൂടിയ, കൃത്രിമമായ എന്നും കൂടെ അർത്ഥമുണ്ട്. സോ യു ക്യാൻ ബി an artist, not an artful person. അപ്പോൾ കൃത്രിമമായിട്ട് അതിൽ സാധനയൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ആർട്ട്ഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയുള്ളൂ, ആർട്ടിസ്റ്റ് ആവില്ല. അപ്പോൾ കലാപ്രതിഭയുടേതായ ആവശ്യങ്ങളനുസരിച്ച് ഗാനത്തിലായിരുന്നാലും ചിത്രരചനയിലായിരുന്നാലും നൃത്തത്തിലായാലും നാടകത്തിലായാലും ഒക്കെ പ്രാവീണ്യം നേടുക എന്നുള്ളതാണ്. അതിൻ്റെ പാരാമീറ്ററുകൾക്കകത്ത് നിന്നുകൊണ്ട് പ്രാവീണ്യം നേടുക. അതായത് കലാപ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചൊരു പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ ചിത്രരചന നടത്തുമ്പോഴോ നൃത്തം ചെയ്യുമ്പോഴോ ഒക്കെ മനസ്സ് കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ബിന്ദുവിൽ സഞ്ചരിക്കുകയാണ്. അതായത് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ സർക്കുലർ തോട്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സർക്കുലർ തോട്ടുകളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിലുള്ള ചിന്തയും അപ്പോൾ കടന്നു വരുന്നില്ലാത്ത രീതിയിലാണ് മനസ്സിൻ്റെ പ്രവർത്തനം നടക്കുക. മനസ്സിൻ്റെ സ്വാഭാവികമായൊരു മരണമാണത്. മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല, മറിച്ച് അവിടെ പ്രവർത്തിക്കുന്നത് ധ്യാനമാണ്. അപ്പോൾ മനസ്സറിയാതെ തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളറിയാതെ തന്നെ പരോക്ഷമായി നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അതൊരു ചിത്രരചന നടക്കുമ്പോഴായാലും ശരി, നൃത്തം ചെയ്യുമ്പോഴായാലും ശരി, അതുപോലെ പാട്ട് പാടുമ്പോഴായാലും ശരി, ഏത് കലാപ്രവർത്തനത്തിൽ പോകുമ്പോഴും അത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അറിയാതൊരു ധ്യാനം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ധ്യാനമാണെന്ന് അറിയാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഗുണം നഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, ആ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ മതി, വേറെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കണ്ട. അതിൽ തന്നെ ഉള്ള കേന്ദ്രീകൃതമായ മാനസിക വൃത്തി അത് തന്നെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ കൂടുതലായി അതിനെ ക്വാളിഫൈ ചെയ്യാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് അതിൻ്റേതായ തനിമയിൽ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ കോൺസെൻട്രേഷൻ
ബോധത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്, ബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ്. ശരിയായ രീതിയിൽ സംഗീതത്തെ ഉപാസിക്കുകയോ ചിത്രരചന നടത്തുകയോ നൃത്തം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർ ബുദ്ധന്മാരായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നാജിൻസ്കിയുടെ കഥയെപ്പറ്റി നമ്മൾ വായിച്ചു ഇട്ടുണ്ട്. അദ്ദേഹം ബാലനർത്തകനായ അദ്ദേഹം മുകളിലേക്ക് പോയിട്ട് താഴേക്ക് തിരിച്ച് പതുക്കെ വരുമായിരുന്നു അത്ര. ഭൂഗുരുത്വാകർഷണത്തിന് എതിരായിട്ട്, അതിനെതിരായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡില്ല. അപ്പോൾ അന്നത്തെ റഷ്യയിലുള്ള ആൾക്കാരെല്ലാം അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഒരു ബാലനർത്തകൻ ഇങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഐ ബിക്കം ദി ഡാൻസ് എന്ന് പറഞ്ഞായിട്ടാണ് ഓഷോ പറയുന്നത്. ഐ ബിക്കം ദി ഡാൻസ്, വെൻ ഐ ഡാൻസ് ഐ ബിക്കം ദി ഡാൻസ്. അപ്പോൾ അതിൽ വേറൊന്നുമില്ല, വേറൊരു തീരുമാനം എടുക്കാനില്ല, വേറൊന്നും ആലോചിക്കാനില്ല. അല്ലാതെ ഞാൻ സാധന ചെയ്യുന്നു, ഞാൻ ഉപാസനയിലാണ് എന്നൊക്കെയുള്ള ബോധമുണ്ടെങ്കിൽ അത് കൃത്രിമത്വത്തിലേക്ക് നയിക്കും. ഇതൊന്നുകൂടി ഓർമ്മിച്ച് വയ്ക്കണം. അപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധനാണ് അനുഭവം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഭൂഗുരുത്വത്തിനെതിരായി പതുക്കെ താഴേക്ക് തിരിച്ചു വിടാൻ പറ്റില്ല ഭൂമിയിലേക്ക്. അതിനത്ഭുതമായിരുന്നല്ലോ. റഷ്യയിലുള്ള പല കലാകാരന്മാർക്കും പലർക്കും വളരെ അത്ഭുതാവഹമായ സൈക്കിക് പവറുകളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇനി കണ്ടുപിടിക്കണം, എന്തൊക്കെയായിരുന്നു കാരണം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സിദ്ധന്മാർ ഉണ്ടായിരിക്കുന്നു മനസ്സിലാക്കുക. ഈ തരത്തിലുള്ള സൃഷ്ടിപരമായ ഉപാധികളിലൂടെ ഏതെങ്കിലും ആളുകൾ ആ ഉപാധികളിലൂടെ ബോധപ്രാപ്തിയിലോട്ട് എത്തിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ പേര്, പാട്ട്, സംഗീതം, എത്ര പേര്. പിന്നെ ഞാൻ താൻസൻ അത്തരത്തിലുള്ള ഒരു സിദ്ധനായിരുന്നു. അദ്ദേഹം മഹരിഫത്തിൻ്റേതായ ഒരു സ്റ്റേറ്റിലെത്തിയ ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന് ദീപക് എന്ന് പറയുന്ന രാഗം പാടി വിളക്ക് കത്തിക്കാൻ വരെ പറ്റിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ചരിത്രത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും കൊട്ടാരത്തിലെ ചരിത്രം എടുത്ത് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണണമെന്നൊന്നുമില്ല. നമ്മൾ പഠിച്ച സോഷ്യലിസ്റ്റ് മുഴുവൻ സായിപ്പ് എഴുതിയതായതുകൊണ്ട് അതിനകത്ത് ഒട്ടും കാണില്ല. അപ്പോൾ മിയാൻ താൻസൻ്റെ കഴിവുകളെക്കുറിച്ച് പ്രസിദ്ധമാണ്. മേഘമൽഹാർ പാടുമ്പോൾ മഴ പെയ്യിക്കാൻ ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഗുർദീഫ് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് സ്റ്റേറ്റ്, സെൻസിറ്റീവ് സ്റ്റേറ്റ്, കോൺഷ്യസ് സ്റ്റേറ്റ്, ക്രിയേറ്റീവ് സ്റ്റേറ്റ്. ഈ ക്രിയേറ്റീവ് സ്റ്റേറ്റിലേക്ക് താൻസൻ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ. അതിൽ പരം എന്താണ് വേണ്ടത്? പ്രകൃതിയുമായിട്ടുള്ള ഹാർമണി കൊണ്ടാണ് പ്രകൃതിക്ക് അദ്ദേഹത്തെ അനുസരിക്കേണ്ടി വരുന്നത്. അവിടെ അനുസരണം എന്ന് ഞാൻ പറയുന്നത് ഏതർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാജ്ഞയും ഒരനുസരണയും എന്നുള്ള അർത്ഥത്തിലല്ല. ടു ഓർഡർ ആൻഡ് ടു ഒബേ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഒരു ചിന്തയുണ്ടാവുകയും ആ ചിന്തയ്ക്കനുസരിച്ച് പ്രകൃതി അതിനെ അനുസരിച്ച് പോവുകയും ചെയ്യും. ഫോളോയിങ് എന്നതാണ്. ഒരു തോട്ട് പാറ്റേൺ ഉണ്ടാകുന്നു അദ്ദേഹത്തിന്, അതനുസരിച്ച് പ്രകൃതി അതിനനുസരിച്ച് ചൂട് വയ്ക്കുന്നു. അപ്പോൾ ആ ഹാർമണിയാണ് അവിടെ കണ്ടിട്ട്. ഇത് ഒരു ഉദാഹരണം മാത്രമേ. ഇതുപോലെ എത്രയോ ഉദാഹരണം പറയാം. നമുക്ക് അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇതൊരു ഉദാഹരണം. എത്രയോ സംഗീതജ്ഞന്മാർ രവിശങ്കറിൻ്റെ ആദ്യത്തെ ഭാര്യയായിരുന്ന അന്നപൂർണ ദേവിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അനുഗ്രഹീതയായ എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ആരനുഗ്രഹിക്കാൻ? നമ്മെ അനുഗ്രഹിക്കാവുന്ന കപ്പാസിറ്റി ഉണ്ടായിരുന്ന എന്ന് പറയുന്നതായിരുന്നു ശരി. അത്തരത്തിലുള്ളൊരു കലാകാരിയായിരുന്നു. സുർബഹാർ എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ്
സിത്താറിനേക്കാൾ കുറച്ചുകൂടി ബേസുള്ള ഇൻസ്ട്രുമെൻ്റാണ്, കുറച്ചുകൂടി ബേസ് നോട്ടുകളാണ്. ആ സ്വർബഹാർ വായിക്കുന്നതിന് അവർ വളരെ മിടുക്കിയായിരുന്നു. രവിശങ്കർ സിത്താറും അവർ സ്വർബഹാറും കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടായിരുന്നു. അവസാനായപ്പം സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു സ്വഭാവം അന്നത്തെയും കൃട്ടികൾക്കുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ സൈഡ് ചെയ്തുകൊണ്ട് അവർ കയറുന്നു എന്നൊരു സംശയം തോന്നിയെടുത്ത് രവിശങ്കർ അവരോട് സംഗീതോപാസന, പബ്ലിക്കായിട്ടുള്ള സംഗീതോപാസന നിർത്താൻ ആവശ്യപ്പെടുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും വിവാഹബന്ധം അവിടെ വേർപെട്ടു. അലാവുദ്ദീൻ ഖാൻ്റെ മകളാണ്. അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന സംഗീതജ്ഞൻ്റെ മകളാണ്. അലാവുദ്ദീൻ ഖാൻ്റെ 2 ശിഷ്യന്മാർ ആണ് വിലയത് ഖാനും രവിശങ്കർ. ഈ ഹിന്ദുസ്ഥാനി ബന്ധം ഉള്ളതുകൊണ്ട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ നിർത്താം, അത് കൂടുതൽ അതിലോട്ട് പോകില്ല. എന്തായാലും ഇത്തരത്തിലുള്ള സംഗീതരത്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ മതി എന്നാണ് തോന്നുന്നത്. ഉദാഹരണം സാർ, അപ്പോൾ ഈ കലകൾക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാം മതത്തിൽ ഇങ്ങനെ കലകളെ ആ ഒരു ഉപാസന വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചതായി കേട്ടിട്ടുണ്ട്. ശരിയാണെന്നറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത്? കലകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. പൂർണ്ണമായിരിക്കുന്ന ഒന്നിൻ്റെ ഭാഗങ്ങളാണ് കലകൾ. ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് പൂർണ്ണനായിരിക്കുന്ന അല്ലാഹുവിലുള്ള ശരണാഗതിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ശരണാഗതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് കലകളെ പ്രധാനമായിട്ട് കാണുന്നു. ഇപ്പോൾ സംഗീതം ഇഷ്ടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നാം അങ്ങനെ നിഷേധിക്കാൻ പാടില്ല എന്ന് തോന്നാം. പക്ഷേ ആദർശപരമായിട്ട് അതിൻ്റെ അകത്തുള്ള തത്വം അനുസരിച്ചാണ് ഈ പറയുന്നത്. ആ കല എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്, ഒരു സ്ലൈസ് മാത്രമാണ്. പൂർണിമയുടെ ഒരു സ്ലൈസാണ് കല. ചന്ദ്രകല എന്ന് കേൾക്കുന്നില്ലേ? പൂർണ്ണചന്ദ്രൻ ഏതാ, ചന്ദ്രകല ഏതാ? അപ്പോൾ കലകൾ എന്ന് പറയുന്ന എല്ലാം ഭാഗങ്ങളാണ്. കലകളെ ഉപാസിച്ച് ആ പൂർണ്ണതയിൽ എത്തിച്ചേരാമെന്നുള്ളതുകൊണ്ടാണ് കലകൾക്ക് ഇത്രയും ആസ്വാദ്യതയും ഇത്രയും സ്വർഗീയമായ അനുഭൂതിയും അവാച്യമായിരിക്കുന്ന അനുഭൂതിയൊക്കെ ഉണ്ടാകുന്നത്. കാരണം ആ പൂർണിമയ്ക്ക് ഇത്രയും സ്വഭാവമുണ്ട്. പക്ഷെ പൂർണിമ അല്ലത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഉപാസിച്ചുകൊണ്ട് ഇത് തെറ്റിദ്ധരിച്ചു പോകരുത്, പൂർണിമയിലെത്താൻ താമസിച്ചു പോകരുത് എന്നാണ് അവിടെ ഉദ്ദേശം. അല്ലാതെ കലാകാരന്മാരോട് ദേഷ്യമോ കലാകാരന്മാരെ ഒട്ടിക്കാനോ ഒന്നുമല്ല അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ കല എന്ന് പറയുന്ന ആസ്വദിക്കാനുള്ളൊരു കഴിവ് വേണം. അതുള്ളവർക്കല്ലേ ഇത് പറ്റുള്ളൂ. അപ്പോൾ കല ഉപാസിക്കാനുള്ള കല എന്ന് പറയുന്നത്, നാദോപാസന എന്ന് പറയുന്നത് പൂർണിമയിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന്, അതാണ് അത്യാവശ്യം എന്ന് മുന്നോട്ട് വച്ചു കഴിഞ്ഞാൽ കല അറിഞ്ഞൂടാത്തതിൻ്റെ ചെയ്യും? അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് അത് പാടെ അങ്ങ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളിത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ആ കലയെ നിഷേധിക്കുന്നതായിട്ടവിടെ തോന്നുന്നതിന് കാരണം വെച്ചാൽ കലയിലല്ല താല്പര്യം, പൂർണ്ണിമയിലാണ്. 99 പേരുകളുണ്ടായിട്ട് 100ാമത്തെ പേര് പറയാതിരിക്കുന്നത് 99 പേരുകളിലൂടെ 100ാമത്തെ പേരിൽ എത്തിക്കൊള്ളണം എന്നുള്ളതുകൊണ്ടാണ്. ചന്ദ്രകല അവിടെ ഉപയോഗിക്കുന്നതിനും കാര്യം അതാണ്. പ്രതീകവൽക്കരിക്കുന്നതൊക്കെ കൊച്ചായിരിക്കും, പക്ഷേ നമ്മൾ എത്തേണ്ടത് അതിൻ്റെ പൂർണ്ണിമയിലാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. എനിക്കൊന്ന് ഏതോ ഒരു ദിവസം വളരെ വിശദമായി ഇതിനെക്കുറിച്ച് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടുപിടിക്കാൻ സംസാരിച്ചിട്ടുണ്ട്. അതെ, എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ ചന്ദ്രകലയെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇത് തന്നെ സംസാരിച്ചു.
ഇതിപ്പോൾ വളരെ സംക്ഷിപ്തമാണ്. നമ്മളെനിക്ക് തോന്നുന്നു കൂടുതൽ നേരം സംസാരിച്ചു എന്നാണ് തോന്നുന്നത്. കലാകാരന്മാർക്ക് ഇപ്പം ഞാൻ പാട്ടുകാരനാണ്, സിത്താർ വായിക്കും, നൃത്തം ചെയ്യാൻ താല്പര്യമുള്ളവനാണ്, അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണ്, സിനിമക്കാരനാണ് എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച പോയിൽ 3 9 ഇതൊക്കെ ഏറ്റവും വലിയ വിശിഷ്ടമായ കാര്യങ്ങളാണെന്ന് എനിക്ക് പറയാനൊക്കില്ല. അത് ഒരു സത്യാന്വേഷി ഭാഷ ഇതൊക്കെ ഉപേക്ഷിക്കുന്നുള്ളതാണ്. ഇതിനൊന്നും ഭ്രമിക്കില്ല എന്നുള്ളതാണ്. അവൻ നിമിഷം പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യങ്ങളും, ചിലന്തി വില കിട്ടുന്നത്, ഒരു കിളി ഭക്ഷണം തേടി വരുന്നത്, മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പ്രത്യേകിച്ചൊരു സംഗീതം ആവശ്യമില്ല. അവൻ ആ പ്രകൃതിയിലെ സംഗീതം പൂർണ്ണമായിട്ട് താളാത്മകതയോടുകൂടിയുള്ള പ്രകൃതിയിലെ സംഗീതം അനുഭവിക്കുന്നവനാണ്. അത് അനുഭവിക്കാൻ പ്രാപ്തനായി തീരുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അന്നത്തെ ആ ദർശനങ്ങളിൽ സങ്കല്പിച്ചത്. സൂഫിസത്തിനകത്ത് സംഗീതത്തെ നട്ടെല്ലാക്കി വച്ചിരിക്കുന്നുണ്ട് ഒരുപക്ഷെ. അവിടെ സംഗീതം ആവശ്യമായിരുന്നു. സംഗീതം സാധനയുടെ പ്രധാന ഘടകമായിട്ട് തന്നെ അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ശ്രൈണമായിരിക്കുന്ന ഉപാസനയുടേതായ ഭാവമാണത്. മറ്റേ നേരെ തിരിച്ച് അറിവിൻ്റേതായ ഭാവമാണ്. ആ വ്യത്യാസമാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ സറണ്ടർ ഉണ്ടാകുന്നിടത്ത്, അടിയറവ് ഉണ്ടാകുന്നിടത്ത് വേറൊന്നുമില്ല, വേറെ ഒരു കാര്യങ്ങളിലും നമുക്ക് താല്പര്യമില്ല. സന്യാസിമാരായിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിഷിദ്ധമായ കാര്യമായിട്ടാണ് ഉപനിഷത്തുകളിൽ സൂചിപ്പിക്കുന്നത്. സന്യാസോപനിഷത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ നിഷിദ്ധമായിട്ടാണ് കാണുന്നത്. കാരണം അതിലൊന്നും ഭ്രമിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും രമിക്കുന്നില്ല. കാരണം നിത്യമായിട്ട് സംസാരത്തിൽ നടക്കുന്നത് തന്നെയുള്ള നാടകം തന്നെ ധാരാളം. പിന്നെന്ത് കാണാൻ എന്നുള്ളതാണ്. വിഷ്ണു എന്തായാലും അതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ച ചർച്ചകൾ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.